127ാമത്തെ ക്ലാസ്സിൽ 20ാമത്തെ ആയത്ത് വരെ ക്ലാസ് എടുത്തിരുന്നു. പക്ഷേ എഡിറ്റ് ചെയ്തോടത്ത് ചെറിയ പ്രോബ്ലം സംഭവിച്ചതുകൊണ്ട് ചിലത് മിസ്സായി പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 12ാമത്തെ ആയത്ത് മുതലാണ് സൂറത്തുൽ ഹിജ്ർ. ഇന്നലത്തെ ക്ലാസ്സിൽ പ്രധാനമായും ചർച്ച ചെയ്തത് ഇദ്ഗാമും ബിലാഗുന്ന നൂനിൻ്റെ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം അല്ലെങ്കിൽ തെൻവീനിൻ്റെ ശേഷം ലാമ റാ വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ അവസാനമൊക്കെ പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു. സൂറത്തുൽ ബഖറയുടെ 1 മുതൽ 50 വരെയുള്ള ആയത്തുകൾ നോക്കിയിട്ട് എത്ര ഇദ്ഗാമും ബിലാഗുന്ന ഉണ്ട് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞത് പലരും പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ. പിന്നെ ഇന്നലത്തെയും പിന്നെ രണ്ട് മുതൽ അതുപോലെ തന്നെ 13 വരെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയിട്ടില്ല എത്ര ടോട്ടൽ എത്ര ഉണ്ട് എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് നാളെ മറ്റന്നാളായിട്ട് അത് നോക്കിയിട്ട് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് അറിയിക്കാം. അതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോക്ക് താഴെയായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ വീഡിയോക്ക് താഴെയായിട്ട് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നോക്കി ഓരോ വരികൾ പരിശോധിക്കുക. എന്നിട്ട് അതിൻ്റെ എണ്ണം അറിയിക്കുക. ഓരോ വരികൾ നോക്കുക. എന്നിട്ട് ഈ അവസാന 50 ആയത്ത്, ഇനി അതല്ല 10 ആയത്ത് നോക്കാൻ കഴിയുള്ളെങ്കിൽ 10 ആയത്ത് നോക്കിയിട്ട് പിന്നെ 10 ആയത്തിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, 10 ആയത്തിൽ 3 കണ്ടുപിടിച്ചു എന്ന് എഴുതിയിട്ട് ഇതിന് താഴെ അറിയിക്കുക. അവസാനം എന്ത് ചെയ്യുക, നാളെ മറ്റന്നാളായിട്ട് അതിൻ്റെ റിസൾട്ട് വരും. അപ്പോൾ നമുക്ക് ശരിയാണോ ഇല്ല എന്നുള്ളത്, നമുക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒന്ന് പരിശോധിക്കാൻ കഴിയും. ഞാൻ എഴുതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ടൊന്ന് എഴുതി എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് കുട്ടികളോട് പറയാം ഒരു 3 എന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറയാം. ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ ഹിജ്ർ. ഇവിടെ ഹിജ്ർ എന്ന് പറയുമ്പോൾ ഹിജ്ർ എന്ന് പറയരുത്, ഹിജ്ർ. കാരണം റാഇന് സുക്കൂന് മുമ്പ് സുക്കൂന് അതിന് മുമ്പ് കെസിർ വന്നു അല്ലേ. നിർത്തുമ്പോൾ ഹിജിരി എന്നാണ്, നിർത്തുമ്പോൾ സുക്കൂൻ ചെയ്യണം റാഇന്. അപ്പോൾ തർഖീഖിൻ്റെ സ്ഥലമാണ് സൂറത്തുൽ ഹിജ്ർ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകളൊക്കെ എന്ത് ചെയ്യുക, അവസാനം കേട്ട് പിന്നെ ഉപകരിക്കുമെങ്കിൽ എന്ത് ചെയ്യുക, എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ലൈക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കദാലിക നസ്ലുകുഹു ഫീ ഖുലൂബിൽ മുജ്രിമീൻ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും അത് തന്നെയാണ് പറയുന്നത്. ഇനിയും മനസ്സിലായിട്ടില്ല എന്ന് പറയരുത്. അല്ലെങ്കിൽ പിന്നെ സംഗതി ഇനി മനസ്സിലായിട്ടില്ല എന്ന് പറയണമെങ്കിൽ അത് നമുക്ക് തീരെ വായിക്കാൻ അറിയാത്തത് കൊണ്ടായിരിക്കും. അല്ല സംഗതി പിന്നെ പറഞ്ഞിട്ട് തിരിയാത്തത് ആവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പം എന്ത് ചെയ്യുക, ഒന്ന് വായന ഒന്ന് എന്ത് ചെയ്യുക, അക്ഷരങ്ങളൊക്കെ ഒന്ന് ശരിക്ക് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. കദാലിക നസ്ലുകുഹു ഫീ ഖുലൂബിൽ മുജ്രിമീൻ. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ അതെല്ലാം തീരെ മനസ്സിലായിട്ടില്ല, എന്താ സംഗതി എന്ന് ഇപ്പോഴും തിരിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അത്യാവശ്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇന്ന ഭാഗം മനസ്സിലായിട്ടില്ല, ആ ഫോട്ടോ എടുത്തിട്ട് ഖുർആനിൽ ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്താൽ ഒന്ന് അയച്ചാൽ മതി, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി. കദാലിക നസ്ലുകുഹു ഫീ ഖുലൂബിൽ മുജ്രിമീൻ. നസ്ലുകുഹു, അവിടെ ഹു എന്നുള്ളത് നീട്ടണം. നിർത്തുകയാണെങ്കിൽ നസ്ലുകുഹു ഹാഇന് സുക്കൂൻ ചെയ്ത് നിർത്തിയാൽ മതി. നിർത്തുന്നില്ല എങ്കിൽ, കാരണം നിർത്തേണ്ട രൂപങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഓരോ പദത്തിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് നമ്മൾ സുക്കൂൻ ചെയ്യേണ്ടതുണ്ട് നിർത്തുമ്പോൾ. കദാലിക എന്നുള്ളത് നിർത്തുമ്പോൾ കദാലിക്. നിർത്തുക എന്ന് പറയുമ്പോൾ എപ്പോഴാണ് നിർത്തുക, ശ്വാസം വിടാൻ വേണ്ടി നിർത്തുക. ഓതുമ്പോൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുക. കദാലിക നസ്ലുകുഹു ഫീ ഖുലൂബ്. ബാക്കി ഓതാൻ കഴിയുന്നില്ല, ശ്വാസം മുറിയാണ് എങ്കിൽ ഫീ ഖുലൂബ് അവിടെ ബാഇന് സുക്കൂൻ ചെയ്യണം. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യണം. അവസാനത്തെ അക്ഷരത്തിന് നീട്ടാനുണ്ടെങ്കിൽ, ഈ ഹാഇന് നീട്ടാനുണ്ടോ നോക്കണ്ട. ഹാ എപ്പോഴും നിർത്തുകയാണെങ്കിൽ ഹാ
പിന്നെ ഹാത്ത അതിൻ്റെ മുകളിൽ 2 പുള്ളിയൊക്കെ വരുമല്ലോ, അവിടെയൊക്കെ നിർത്തുമ്പോൾ അവിടെ സുക്കൂനുള്ള ഹ ആക്കി മാറ്റേണ്ടതാണ്. കദാലിക് നസ്ലുകുഹു എന്നുള്ളത് നസ്ലുകു, അവിടെ നിർത്താത്ത പക്ഷം നസ്ലുകുഹു ഫീ ഖുലൂബിൽ മുജ്രിമീൻ, മുജ്രിമീന എന്നാണുള്ളത്. അവിടെ നിർത്തുമ്പോൾ ആയത്തിൻ്റെ അവസാനം ആയതുകൊണ്ട് നിർത്തുമല്ലോ, നിർത്തുമ്പോൾ സുക്കൂൻ ചെയ്യണം. മുജ്രിമീൻ അവിടെ നിർത്തുന്നില്ല എങ്കിൽ അപ്പോൾ എന്തിനാ അവിടെ സുക്കൂൻ കൊടുത്താൽ പോരെ എന്ന് സംശയം ഉണ്ടാകണ്ട. അവിടെ നിർത്തുന്നില്ല എങ്കിൽ അവിടെ നിർത്തണം നിർബന്ധമൊന്നുമില്ല. ഫീ ഖുലൂബിൽ മുജ്രിമീന ലാ യുഅ്മിനൂന ബിഹി, അവിടെ നിർത്തി. ബിഹി എന്നുള്ളത് നിർത്തിയപ്പോൾ ബിഹ്, അപ്പം അതിനു വേണ്ടിയാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ലാ യുഅ്മിനൂന ബിഹി വഖദ് ഖലത് സുന്നത്തുൽ അവ്വലീൻ. എങ്ങനെ? വഖദ് ലാ യുഅ്മിനൂന ബിഹി വഖദ് ഖലത് സുന്നത്തുൽ അവ്വലീൻ. ശദ്ദുള്ള നൂനാണ്. ഈ ആയത്തിലും എന്തില്ല? നൂനിൻ്റെ സുക്കൂണുള്ള നൂനിൻ്റെ ശേഷം യുഅ്മിനൂന എന്നുള്ള കട്ടിയില്ല, അവിടെ ഒന്നും സുക്കൂണുള്ള നൂനല്ല, അത് ഒന്ന് ലമ്മാണ്, മറ്റൊന്ന് ഫത്ഹാണ്. സുക്കൂണുള്ള നൂനിൻ്റെ ശേഷം നമ്മൾ നിർത്തി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. യുഅ്മിനൂൻ അവിടെ നിർത്തി. ഇനി ഓതുമ്പം ബിഹി വഖദ് അല്ലെങ്കിൽ യുഅ്മിനൂന ബിഹി വഖദ് ഖലത്. സുക്കൂണുള്ള നൂന് എന്ന് പറയുമ്പം പിന്നെ അവിടെ നൂനുണ്ടാവും, നൂനിന് ഫത്ത് കസർ ഒന്നും ഉണ്ടാവില്ല, അതാണ് സുക്കൂണുള്ള നൂന്. ചിഹ്നമുണ്ട്, സുക്കൂൻ്റെ ചിഹ്നമുണ്ടെങ്കിൽ വ്യക്തമാക്കാനുള്ളതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. യുഅ്മിനൂന ബിഹി വഖദ് ഖലത് സുന്നത്തുൽ, ശദ്ദുള്ള നൂനാണ് മണിക്കണം. സുന്നത്തുൽ എന്ന് പറഞ്ഞ പോലെ സുന്നത്തുൽ അവ്വലീൻ. 16-ാമത്തെ ആയത്ത് വലൗ ഫതഹ്നാ അലൈഹിം ബാബ. തൻവീൻ ഫത്താണ്, തൻവീൻ ഫത്തന്നെ നിർത്തേണ്ടത് നീട്ടിയിട്ടാണ്. വലൗ ഫതഹ്നാ നീട്ടാനുള്ള സ്ഥലം കണ്ടില്ലേ? അവിടെ നീട്ടാനുള്ള സ്ഥലമാണ്, നീട്ടാനുള്ള അക്ഷരമുണ്ടെങ്കിൽ നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. വലൗ ഫതഹ്നാ നിർത്തുമ്പോൾ വലൗ ഫതഹ്നാ അവിടെ നിർത്തിയാൽ ഇല്ലെങ്കിൽ നീട്ടും. വലൗ ഫതഹ്നാ അലൈഹിം അലൈഹിം ബാബ, അലൈഹിം ബാബ എന്ന് പറയുന്നത് അവിടെ മറിച്ച് മണിക്കണം. അലൈഹിം ബാബ അവിടെ നിർത്തുന്നില്ലെങ്കിൽ ബാബം മിനസ്സമാ. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തുടക്കത്തിലുള്ള ക്ലാസ്സുകളിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആവശ്യക്കാർക്ക് എന്ത് ചെയ്യുക, തുടക്കം മുതലുള്ള ക്ലാസ്സുകൾ ഒറ്റ ലിങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും. വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഈ നിയമങ്ങൾ ഇപ്പോൾ ഇവിടെ ഇദ്ഗാം ബിഗുന്നയുടെ നിയമമാണ്, അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. ബാബം മിനസ്സമാ അവിടെ നിർത്തി. ഹംസക്ക് ഈ എന്നുള്ളതാണ്, നിർത്തുമ്പോൾ സുക്കൂൻ ചെയ്തു. മിനസ്സമാ ഫളല്ലു ഫീഹി യഅ്റുജൂൻ. ന എന്നുള്ളത് സുക്കൂൻ ചെയ്തു, അവസാനം നിർത്തിയപ്പോൾ സുക്കൂൻ ചെയ്തു. തൊട്ട് മുമ്പ് നീട്ടാനുണ്ട്, അവിടെ നീട്ടുകയും ചെയ്യണം. വാവുണ്ട് അല്ലേ? അപ്പം പുതിയൊരു മദ് ഉണ്ടാവും. നിർത്തുന്ന സമയത്ത് അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് വന്നോ അതിൻ്റെ തൊട്ട് മുമ്പ് നീട്ടാനുണ്ടെങ്കിൽ നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. മദ് ആരിദ്. യഅ്റുജൂൻ വലൗ ഫതഹ്നാ അലൈഹിം ബാബൻ മിനസ്സമാഇ ഫളല്ലു ഫീഹി യഅ്റുജൂൻ. അലൈഹിം അല്ലേ? അവിടെ നിർത്തുകയാണെങ്കിൽ വലൗ ഫതഹ്നാ അലൈഹിം അവിടെ നിർത്തി, മീമിന് സുക്കൂൻ ചെയ്തു. തൊട്ട് മുമ്പ് നീട്ടാനൊന്നുമില്ല, ഹി എന്നുള്ളതാണ്, നീട്ടാനില്ല. അപ്പം പിന്നെ അലൈഹിം അലൈഹി എന്ന് പറയണ്ട, കാരണം നീട്ടാനൊന്നുമില്ല. 15-ാമത്തെ ആയത്ത് ലഖാലൂ ഇന്നമാ സുക്കിറത്. തായിന് സുക്കൂൻ ചെയ്തു, സുക്കൂൻ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും അവിടെ തായിന് സുക്കൂൻ തന്നെയാണ് അല്ലേ? അപ്പോൾ പിന്നെ സുക്കൂൻ ചെയ്യണം. ലഖാലൂ ഇന്നമാ ശദ്ദുള്ള നൂന് ഇന്നമാ സുക്കിറത് അബ്സാറുനാ ബൽ നഹ്നു ഖൗമും മസ്ഹൂറൂൻ.
لقالوا إنما سكرت أبصارنا بل نحن قوم مسحورون. അടുത്ത ഇതിലൊന്നില്ല, ഇദ്ഗാമും ബിലാഗുന്നയുടെ നിയമം വന്നിട്ടില്ല. وَلَقَدْ جَعَلْنَا فِي السَّمَاءِ بُرُوجًا തൻവീൻ വന്നു, ബുറൂജൻ തൻവീനാണ്, നീട്ടാനുണ്ട്. ബുറൂജ നിർത്തുമ്പോൾ അങ്ങനെയാണ് നിർത്തേണ്ടത്. നിർത്തിയിട്ടില്ലെങ്കിൽ തൻവീൻ്റെ ശേഷം വാവാണ് വന്നിട്ടുള്ളത്. ഇദ്ഗാമും ബിലാഗുന്ന ഇല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഇദ്ഗാമും അല്ല ഇഖ്ലാബും അല്ല. وَلَقَدْ جَعَلْنَا فِي السَّمَاءِ بُرُوجًا وَزَيَّنَّاهَا لِلنَّاظِرِينَ. ശബ്ദുണ്ട്, വസയ്യ എന്ന് പറയണ്ട, യാക്ക് കട്ടി കൊടുത്താൽ മതി, മണിക്കണ്ട. വസയ്യന്ന നൂന് അവിടെ എന്നുള്ള ശബ്ദമുണ്ട്, അവിടെ കട്ടി കൊടുക്കണം. അവിടെ കട്ടി കൊടുത്താൽ പോരാ, മണിക്കുകയും ചെയ്യണം. ശബ്ദമുള്ള നൂന് മീമ് മണിക്കേണ്ട സ്ഥലമാണ്. വസയ്യന്നാഹാ ലിന്നാദിരീൻ. وَلَقَدْ جَعَلْنَا فِي السَّمَاءِ بُرُوجًا وَزَيَّنَّاهَا لِلنَّاظِرِينَ. അടുത്ത ഈ ആയത്ത് നോക്കി, ഈ ആയത്തിൽ വരുന്നുണ്ട്. ഈ ആയത്തിൽ തൻവീൻ്റെ ശേഷം ലാമോ റോ വരുന്നുണ്ടോ നോക്കി, അല്ലെങ്കിൽ നൂനിൻ്റെ ശേഷം ലാമോ റോ വരുന്നുണ്ടോ നോക്കി. വഹഫിൾനാഹാ മിൻ കുല്ലി, അവിടെ വന്നോ? ഇല്ല. മിങ് അവിടെ നൂന് വന്നിട്ടുണ്ട്, സുക്കൂണിലെ നൂന് വന്നിട്ടുണ്ട്. മിങ് നൂന് വന്നിട്ടുണ്ട്. നൂനിൻ്റെ ശേഷം വന്ന അക്ഷരം കു കാഫാണ് അല്ലേ? അവിടെ എന്തില്ല? ലാമോറ അല്ല. പിന്നെ അവിടെ ഏത് നിയമമല്ല? ഇദ്ഗാം ബിലാഗുന്നയല്ല. മിൻ കുല്ലി ശൈത്താനിർ റജീം. ശൈത്താനി നിൻ എന്നാണുള്ളത്. തെൻവീന് വന്നു. തെൻവീൻ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം വരുന്നത്. അതിന് മേലെ വന്നാലും വേണ്ടില്ല, താഴെ വന്നാലും വേണ്ടില്ല, രണ്ടെണ്ണം. ഫത്ത് ആയാലും വേണ്ടില്ല, ഗസറായാലും വേണ്ടില്ല, ദമ്മായാലും വേണ്ടില്ല. തെൻവീൻ്റെ ശേഷം ലാമോ വന്നാൽ ശൈത്താനിൻ എന്നാണുള്ളത്. നിൻ റജീം എന്ന് പറയാതെ നിർ റജീം, മിൻ കുല്ലി ശൈത്താനിർ റജീം وحفظناها من كل شيطان رجيم. ഇതാണ് ഇദ്ഗാം ബിലാഗുന്നയുടെ ഒരു സ്ഥലം അല്ലേ? തൻവീൻ്റെ ശേഷം റാ വന്നു. അവിടെ ലാമാണെങ്കിൽ ഇങ്ങനെ വെക്കാം, ഷെയ്ത്താനില്ല എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ അവിടെ വായിക്കേണ്ട രൂപം പറഞ്ഞു. അടുത്തേ إلا من استرق السمع فأتبعه شهاب مبين. إلا منس മാ കഴിഞ്ഞതിന് ശേഷം നീ കഴിഞ്ഞതിന് ശേഷം അലിഫാണ്, ഹംസത്തുൽ വസിലാണ്. അലിഫല്ല, ഹംസത്തുൽ വസിൽ എന്ന് പറയാം. ആ മുകളിൽ ചിഹ്നം കാണുന്ന അലിഫുണ്ടല്ലോ, അത് ഹംസത്തുൽ വസിലാണ്. ചേർത്ത് വായിക്കുമ്പോൾ അതിനെ ഒഴിവാക്കിയിട്ടാണ് വായിക്കേണ്ടത്. ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതില്ലെങ്കിൽ എങ്ങനെ വായിക്കാം? മനിസ്തറഖ. പിന്നെയുള്ളത് ഹംസത്തുൽ വസ്ല്, ലാമ് രണ്ടും ഒഴിവാക്കാം. ലാമിന് സുക്കൂനില്ല. സുക്കൂൻ ഉണ്ടെങ്കിൽ മനിസ്തറഖൽ എന്ന് വായിക്കും. ലാമിന് സുക്കൂൻ ഉണ്ടെങ്കിൽ, ഇല്ലാത്തതുകൊണ്ട് മനിസ്തറഖ സമഅ ഫഅത്ബഅഹു ശിഹാബും മുബീൻ. إلا من استرق السمع فأتبعه شهاب مبين. والأرض مددناها وألقينا. അവിടെ നിർത്തുമ്പോൾ നീട്ടിയിട്ടാണ് നീട്ടാനുണ്ട്, അലിഫുണ്ട്. وألقينا فيها رواسي ഇന് ഫത്താണ്. റവാസിയ വഅംബത്നാ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇവിടെ നൂന് വന്നില്ലേ? നൂനിൻ്റെ മുകളിൽ ഒരു മീമ് വന്നു, അത് ചിഹ്നമാണ്. ചിഹ്നം ഏതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു. ഒരു റോട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു ബോർഡ് കാണുന്നു. ബോർഡ് എന്തിനുള്ള ബോർഡാണ്? അതിൻ്റെ മുകളിൽ ബോർഡ് ഹമ്പിൻ്റെ ചിഹ്നമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മുന്നിലൊരു ഹമ്പ് വരുന്നുണ്ട്.
ഇവിടെ ഒരു ബോർഡ് വെച്ചു, മീമിൻ്റെ ബോർഡ് വെച്ചു. ആ മീം എന്തിൻ്റെ ബോർഡാണ്? ഈ നൂനിനെ മാറ്റി മീമാക്കി കൊടുക്കേണ്ടതാണ് അല്ലേ? നൂനിനെ മാറ്റി വഅൻ എന്ന് പറയുന്നതിന് പകരം വഅംബത്ന, നൂനിൻ്റെ ശേഷം സുക്കൂണിലെ നൂനിൻ്റെ ശേഷം ബ വന്നാൽ ഇഖ്ലാബാണ്. ഇഖ്ലാബ് എന്ന് പറഞ്ഞ പേര് കൊണ്ട് പേടിക്കേണ്ടതില്ല. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ എന്താ? നൂനിൻ്റെ സ്ഥാനത്ത് മീം കൊടുക്കുക, എന്നെ മറിക്കുക എന്നർത്ഥം. നൂനിനെ മറിച്ച് മീമാക്കുക, നൂനിനെ മാറ്റി മീമാക്കുക എന്നർത്ഥം. അതിൻ്റെ പേരാണ് ഇഖ്ലാബ് എന്ന്. നൂനിൻ്റെ ശേഷം കാഫാണ്, ഇഖ്ഫാന്റെ സ്ഥലമാണ്. ഇദ്ഗാമും ബിലാഉന്നയല്ല, ഇദ്ഗാമും ബിലാഉന്നയുടെ അക്ഷരം ലാമ് റാ, ലാമ് റാ. മിൻ കുല്ലി ശൈഇൻ മൗസൂൻ والأرض مددناها وألقينا فيها رواسي وأنبتنا فيها من كل شيء موزون. കൂടെ ഇങ്ങനെ ഓതി നോക്കണം. 20-ാമത്തെ ആയത്ത് وجعلنا لكم فيها معايش ومن لستم നൂനിൻ്റെ ശേഷം ലാമു വന്നു. ഏതാ നിയമം? ഇഖ്ലാബല്ലേ? നൂനിൻ്റെ ശേഷം ലാമു വന്നാൽ ഇഖ്ലാബാണ്. ചാർട്ടുള്ളവരൊക്കെ ചാർട്ടിലേക്ക് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ കാണിച്ച ചാർട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞ് എന്ത് ചെയ്യുക? റിവേഴ്സ് അടിച്ച് നോക്കുക, ബാക്ക് അടിച്ച് നോക്കുക. നമ്മളെ ചാർട്ട് എപ്പോഴും മുന്നിലുണ്ടാകണം. ഒന്ന് എഴുതി വെക്കുക. ഞാൻ എഴുതാൻ അറിയാത്തവരൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, എഴുതാൻ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാർട്ടിലൊന്ന് എഴുതി വെക്കുക. കാണാതെ ഇങ്ങനെ ചൊല്ലി പഠിക്കണം, നോക്കിയിട്ട് മനസ്സിലാക്കി പഠിക്കുക. വമല്ല, നൂനിൻ്റെ ശേഷം സുക്കൂണിലെ നൂനിൻ്റെ ശേഷം ഇവിടെ ഒന്നുമില്ലെങ്കിൽ സുക്കൂനാണ്. നൂനിൻ്റെ ശേഷം ലാമോ റോ വന്നാൽ വായിക്കേണ്ടത് എങ്ങനെ? വമൻ ല എന്ന് വായിക്കരുത്, വമല്ല. നൂനിനെ ലാമുവിനെ കൊടുത്തു, അപ്പം നൂനില്ലാത്തതുപോലെ. വമല്ലസ്തും ലഹു ബിറാസിഖീൻ വജഅൽനാ ലക്കും ഫീഹാ മഅ എന്ന് പറയുന്നത് മഅ എന്നല്ല. മഅ എന്ന് പറയുമ്പം തൊണ്ടയുടെ കഴുത്തിൻ്റെ താഴെ ഭാഗത്തു നിന്ന് വരിക, മധ്യഭാഗത്തു നിന്ന് വരിക. മആയിഷ വമല്ലസ്തും ലഹു ബിറാസിഖീൻ. 21 നൂൻ്റെ ശേഷം മീമ വന്നിട്ടുണ്ട് അല്ലേ? അവിടെ മറ്റൊരു നിയമം വഇം മിൻ ശൈഇൻ ഇല്ലാ ഇൻദനാ. അറിയുന്നവർക്ക് എന്ത് ചെയ്യുക? നിയമം അനുസരിച്ച് തന്നെ ഓതുക. ഇല്ലാ ഇൻദനാ ഖസാഇനുഹു വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. വഇം മിൻ ശൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനുഹു വമാ നുനസ്സിലുഹു. അവിടെ നിർത്തി. അപ്പോൾ നിർത്തിയപ്പോൾ എന്ത് ചെയ്തു? കാരണം ഒന്നായിട്ട് ഓതാൻ കഴിയുന്നില്ല. അപ്പം ഞാൻ നിർത്തിയപ്പോൾ ഹാവിന് സുഖം കൊടുത്തു. നുനസ്സിലു വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. അറിയുന്നവരൊക്കെ എന്ത് ചെയ്യുക? ഇവിടൊക്കെ നിയമം വരുന്നുണ്ട്. ബിഖദരിൻ തൻവീൻ വന്നു. അടുത്ത് وأرسلنا الرياح لواقح وأرسلنا എന്നാണുള്ളത്. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം പിന്നെ ഹംസത്തുൽ വസ്ൽ വന്നു, ഒഴിവാക്കി. ലാമ് വന്നു, ലാമിനൊന്നുമില്ല, അപ്പോൾ അത് ഒഴിവാക്കി. പിന്നെ രി എന്നുള്ളതാണ്, അതിന് ഷദ്ദുണ്ട്. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഷദ്ദ് വന്നാൽ അല്ലെങ്കിൽ സുക്കൂൻ വന്നാൽ നീട്ടുകയില്ല. വഅർസൽനാ രി എന്ന് പറഞ്ഞാൽ വഅർസൽനാ റിയാഹ ലവാഖിഹ എന്നൊക്കെ ആകാൻ സാധ്യതയുണ്ട്. നമ്മൾ അങ്ങനെ അങ്ങനെ ഓതി വരുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ലവാഖി എന്നല്ല, ലവാഖിഹ. ശരിയാകുന്നില്ലെങ്കിൽ നിർത്തി ഓതുക. ലവാഖിഹ ഫഅൻസൽനാ മിനസ്സമാഇ മാഅ. അവിടെ തൻവീൻ ഫത്ത് ആണ്. മാ അൻ എന്നുള്ള തൻവീൻ ഫത്ത് നിർത്തേണ്ടത് മാ
فأسقيناكموه وما أنتم له بخازنين وأرسلنا الرياح لواقح فأنزلنا من السماء ماء അവിടെ മദ്ദുണ്ട്, മദ്ദിൻ്റെ ചിഹ്നം കണ്ടില്ലേ? അത് നീട്ടാനുള്ളതാണ്, കുറച്ചുകൂടി നീട്ടണം. فأسقيناكموه وما أنتم له بخازنين وإنا لنحن نحيي അവിടെ നീട്ടാനുണ്ട്. നുഹ്യി എന്നല്ല, അതിൻ്റെ കൂടെ ചെറിയ എൻ്റെ ചിഹ്നം കണ്ടില്ലേ? وإنا لنحن نحيي ونميت ونحن الوارثون وإنا لنحن نحيي ونميت ونحن الوارثون ولقد علمنا എന്നുണ്ട്, ശേഷമുള്ള ലാമിന് സുക്കൂനുണ്ട്. സുക്കൂനോ ശബ്ദ വന്നാൽ നീട്ടുപോയില്ല. ولقد علمنا المستقدمين منكم ولقد علمنا المستأخرين. علمنا എന്ന് പറയുക علمنا المستأخرين ولقد علمنا المستقدمين منكم ولقد علمنا المستأخرين وإن ربك هو يحشرهم إنه حكيم عليم وإن ربك هو يحشرهم إنه حكيم عليم. 25 ആയത്ത് വരെ ഓതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായിട്ട് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞത് ഓർമ്മയിലുണ്ടാകണം. 50 ആയത്ത് വരെ നോക്കിയിട്ട് ഇദ്ഗാമും ബിലാഗുൻ ലാമോ റോ വന്നാൽ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം അല്ലെങ്കിൽ തൻവീൻ്റെ ശേഷം ലാമ് വന്നത് അല്ലെങ്കിൽ റോ വന്നത് അവിടെ ശബ്ദം ഉണ്ടാവും. ലാമിന് ശബ്ദം ഉണ്ടാവും, റോക്ക് ശബ്ദം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വന്ന സ്ഥലത്ത് നോക്കുക എത്ര എണ്ണം ഉണ്ട് എന്ന്. ഇൻഷാ അല്ലാഹ് നാളെ മറ്റന്നാളായിട്ട് ഇതിൻ്റെ റിസൾട്ടുമായിട്ട് നമുക്ക് വരാം. നമ്മുടെ ക്ലാസ് 3 പ്രാവശ്യമെങ്കിലും ഖത്ബ് തീരുന്ന രൂപത്തിലാണ്. അപ്പോൾ അത് മറക്കാതിരിക്കുക. നമ്മൾ 3 പ്രാവശ്യം അതിൽ കൂടുതൽ പ്രാവശ്യം ഓതുക. ഒരുപാട് പ്രാവശ്യം 5-6 പ്രാവശ്യങ്ങളൊക്കെ പലരും ഓതിയിട്ടും വീണ്ടും വീണ്ടും ഓതുന്ന ആളുകളൊക്കെ ഉണ്ട്. അല്ലാഹു തആല അതിനൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്ത എല്ലാ അമാലുകളും ഖിറാഅത്തും മറ്റുള്ള സൽക്കർമ്മങ്ങളൊക്കെ നാളെ കൺകുളിർമ കാണാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 12-ാമത്തെ ആയത്ത് മുതലാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം كذلك نسلكه في قلوب المجرمين لا يؤمنون به وقد خلت سنة الأولين ولو فتحنا عليهم بابا من السماء فظلوا فيه يعرجون لقالوا إنما سكرت أبصارنا بل نحن قوم مسحورون ولقد جعلنا في السماء بروجا وزيناها للناظرين وحفظناها من كل شيطان رجيم إلا من استرق السمع فأتبعه شهاب مبين والأرض مددناها وألقينا فيها رواسي وأنبتنا فيها من كل شيء موزون
وجعلنا لكم فيها معايش ومن لستم له برازقين وإن من شيء إلا عندنا خزائنه وما ننزله إلا بقدر معلوم وأرسلنا الرياح لواقح فأنزلنا من السماء ماء فأسقيناكموه وما أنتم له بخازنين وإنا لنحن نحيي ونميت ونحن الوارثون ولقد علمنا المستقدمين منكم ولقد علمنا المستأخرين وإن ربك هو يحشرهم إنه حكيم عليم صدق الله العلي العظيم അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഓതിയ ഖിറാഅത്ത് നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പല നിലക്കും നമ്മുടെ വീഡിയോകളൊക്കെ പല ആളുകളിലേക്കും എത്തിച്ചും പല അല്ലാതെയും ഒക്കെ പല നിലക്കും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പലരുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകരിൽ ഒരാളായ സഹോദരിയുടെ ഉപ്പയുടെ ആണ്ടിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ജുബൈന എന്ന് പറയുന്നു സഹോദരിയുടെ ഉപ്പയുടെ ഖബറിടം സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവരും ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റൊരു സഹോദരി പ്രത്യേകമായിട്ട് മകളുടെ പ്രസവം അടുത്തിട്ടുണ്ട്, ഡേറ്റ് ആയിട്ടുണ്ട്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. സുഖപ്രസവം ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റഹ്മാനെ റബ്ബേ നല്ല സ്വാലിഹായ സന്താനത്തിന് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാതെ നല്ല റാഹത്തായിട്ട് കഴിയാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറിനെ അല്ലാഹു തആല വിശാലമാക്കി കൊടുത്ത് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനെ റബ്ബേ അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിനെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. അങ്ങനെ പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഉദ്ദേശങ്ങളും റഹ്മാനെ റബ്ബേ ഏതെല്ലാം നിലക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ടോ എല്ലാവരും ഉദ്ദേശങ്ങളും റഹ്മാനെ റബ്ബേ നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാനെ. ബന്ധപ്പെട്ട എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണം റഹ്മാനെ. സന്തോഷങ്ങളിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. വീട്ടിൽ, കുടുംബത്തിൽ, മക്കളിൽ, ആരോഗ്യത്തിൽ നൽകിയ എല്ലാ കാര്യങ്ങളിലും റഹ്മാനെ റബ്ബെ നീ എല്ലാ നിലക്കും ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷം നൽകണം റഹ്മാനെ. എല്ലാവിധ ശർറുകളെ തൊട്ട് നീ കാവൽ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അവസാനം നന്നായി മരിക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ.